10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകാനിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം 10th കഴിഞ്ഞിട്ട് നമ്മൾ +1 ജോയിൻ ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി സയൻസ് സ്ട്രീം സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാവരും JEE നീറ്റ് പോലെയുള്ള CUET പോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ എന്തായാലും സ്വപ്നം കാണാറുണ്ട്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സിലബസോ അല്ലെങ്കിൽ 10th വരെ നിങ്ങൾ ചെയ്തിട്ടുള്ള എക്സാമുകൾ പോലെയല്ല ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ. നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി അടക്കം എന്താണ് ഓൾമോസ്റ്റ് ഒരു 5 ഇരട്ടിയാണ് നമുക്ക് +1 +2 പഠിക്കാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ 10th വരെയുള്ള ബേസിക്സും +1 കുറച്ച് ഇൻട്രൊഡക്ഷനും നമ്മൾ നേരത്തെ തന്നെ പഠിച്ച് പോയാൽ മാത്രമാണ് സ്മൂത്തായിട്ട് നമുക്ക് 10th നിന്നും +1 ആ ഒരു ജമ്പ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് XNY ലേണിങ്ങും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലും കൂടെ 10th സ്റ്റാൻഡേർഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടൊരു ബ്രിഡ്ജ് കോഴ്സ് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നിങ്ങൾക്ക് ഹൈ എമൗണ്ട് ഓഫ് ഫീസ് കൊടുത്തുകൊണ്ട് ബ്രിഡ്ജ് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ നമ്മളത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് 10 കഴിഞ്ഞ കുട്ടികൾക്ക് ഏത് സിലബസ് ആവട്ടെ, സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, CBSE ആവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഓഫർ ചെയ്യുകയാണ്. യൂട്യൂബിലൂടെ ഫുള്ളി ഫ്രീ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കോഴ്സും ഈ ക്ലാസ്സസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും അതുപോലെ തന്നെ മെറ്റീരിയൽസും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അതിൽ പക്ഷേ നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലും XNY ലേണിങ്ങും ഈ 2 സ്ഥാപനങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഫ്രീ ആയിട്ട് 10th കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിൽ എക്സ്പേർട്ട് ഫാക്കൽറ്റി IITians ആയിട്ടുള്ള NITians ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റിൽ കിട്ടാൻ പോകുന്നത്. സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും +1 ബേസിക്സ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 കഴിഞ്ഞൊരു കുട്ടി +1 പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് DPP ഉണ്ടായിരിക്കും. നമ്മൾ വീക്കിലി എക്സാമിനേഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ. സോ ഈ ഒരു ലിമിറ്റഡ് സീറ്റ്സിലേക്കുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്രയും പെട്ടെന്ന് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഏപ്രിൽ 1 മുതലാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ അടക്കം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ 6 വരെ 10 AM, ഏപ്രിൽ 1 മുതൽ 9 വരെ രാവിലെ 10 മണിക്കായിരിക്കും നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഓരോ ദിവസവും എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റും അതിൻ്റെ ടോപ്പിക് അടക്കം ഫുള്ളി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് 7th നമ്മൾ അതുവരെ പഠിപ്പിച്ചതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. പിന്നെ വീണ്ടും നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഈദ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളുടെ ടൈം ഈവനിങ് 7:30 PM മാറും. ആൻഡ് ഏപ്രിൽ 19 വരെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. 20-ന് ഒരു ഫൈനൽ എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രീ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10th കഴിഞ്ഞിട്ട് +1 +2 ഒരു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ട് ഒരു 3 വീക്സിൻ്റെ പ്രോഗ്രാമാണ്. ഓരോ ക്ലാസ് മാക്സിമം 1.5 മണിക്കൂർ ആണ് മാക്സിമം ഉണ്ടായിരിക്കുക. 1.5 മണിക്കൂർ ടു 2 മണിക്കൂറാണ് മാക്സിമം ഈ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. സോ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ്ഫുൾ ആക്കി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾ ഫുൾ സമയം ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇരുന്നാൽ മതി. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് XNY യൂണിവേഴ്സൽ JEE എന്ന് പറയുന്ന ചാനലിലായിരിക്കും. ഓൾറെഡി നമ്മൾ കുറച്ച് മുൻപ് കുറച്ച് ലൈവ് ക്ലാസ്സുകളൊക്കെ അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ബ്രിഡ്ജ് കോഴ്സിലെ ക്ലാസ്സുകളും എടുക്കാൻ പോകുന്നത്. രജിസ്ട്രേഷൻ ലിങ്കും കോൺടാക്റ്റ് നമ്പറുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വാട്സപ്പ് ബാച്ചിലേക്ക് ഉദ്ദേശിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് JEE നീറ്റ് പോലുള്ള എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ 9th-ലും 10th-ലും ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒന്നും ചെയ്യാത്ത സ്റ്റുഡൻസും കൂടെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, JEE പോലുള്ള എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം +1 പോകാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഏപ്രിൽ 1 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള താല്പര്യമുള്ളവർ, സയൻസ് ആൻഡ് മാത്സിൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം, താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ഏപ്രിൽ 1 10 AM മറന്നു പോകണ്ട. ഏപ്രിൽ 1-ാം തീയതി ഏപ്രിൽ ഫുൾ ഡേ ആണ്. ഞാൻ പറ്റിക്കൊന്നുമില്ല. കൃത്യം 10 മണിക്ക് എന്ത് ചെയ്യും, ഞാനായിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. സോ നമുക്ക് ആ ക്ലാസ്സിൽ കാണാം. ബാക്കി കൂടുതൽ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്